ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് അടിപൊളി ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ. ഡ്രൈ ചില്ലി ചിക്കൻ. അതിനാവശ്യമുള്ള ചിക്കൻ ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: സ്പ്രിംഗ് ഒനിയൻ, അതുപോലെ ഇഞ്ചി പച്ചമുളക് കൊത്തിയരിഞ്ഞത്, അതുപോലെ ക്യാപ്സിക്കം ഒരു 2 ചെറുത്, സവാള 2 ചെറുത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്കൊരു പാൻ അടപ്പത്ത് വെക്കാം. അതിന് മുന്നായിട്ട് നമുക്ക് ഇതിലേക്കൊരു സോസ് റെഡിയാക്കാനുണ്ട്. അതിന് ഒരു 3 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 3 സ്പൂണ്. അതുപോലെ ഇതിലേക്ക് ലേശം സോയ സോസ്, ഒരു 1/2 സ്പൂണ് സോയ സോസ്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ പൊടി അത് ലേശം ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് ലേശം വെള്ളമൊഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ലേശം ഫുഡ് കളർ റെഡ്, അതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ആവശ്യമുള്ളവർ ആഡ് ചെയ്താൽ മതി. അതിന് ശേഷം ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി. ഇനി നമുക്ക് പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതും ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കൊത്തിയരിഞ്ഞ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. നമ്മൾ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം ആ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഭാഗം അത് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഒരു മാഗിയുടെ ചെറിയ കഷ്ണം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആ സോസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പച്ച കളറുള്ള ഉള്ളിയുടെ ഇല ഭാഗം അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാധനം സെറ്റായി. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.